സർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഈ സമൂഹത്തിൽ ഒരു വിലയുമില്ലേ എന്നാണ്. ഒരു സ്ത്രീ ഒരു പുരുഷന് നേരെ ആരോപണം ഉന്നയിക്കുന്നു, ഉടനെ തന്നെ ആ പുരുഷനെ പിടിച്ചങ്ങ് ജയിലിനകത്തിടുകയാണ്, പുരുഷനെ അങ്ങ് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ നിയമങ്ങൾ എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ ഇത്രയധികം ഇൻജസ്റ്റിസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? സ്ത്രീകൾ ആരോപണം ഉന്നയിക്കുന്നു, അത് തെറ്റാണോ ശരിയാണോ എന്നറിയുന്നതിന് മുമ്പ് പുരുഷന്മാർക്ക് നേരെ ആക്രമണം അങ്ങ് തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പ്രാഥമികമായിട്ടുള്ളൊരു ഡൗട്ടാണ്. പണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള നിയമങ്ങളുടെയൊക്കെ അഭാവം ഉണ്ടായിരുന്നു, നിയമങ്ങൾ കുറവായിരുന്നു. അപ്പം അന്ന് ഒരുപാട് സ്ത്രീകൾ പലതരത്തിലുള്ള ചൂഷണത്തിനും പീഡനത്തിനും ഇരയായിട്ടുണ്ട്. കാലക്രമത്തിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായി നിയമങ്ങളുടെ ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി വന്നു. അത്തരത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായി വന്നപ്പോഴത്തേന് ഈ അടുത്ത കാലത്തായി സ്ത്രീകൾക്ക് അനുകൂലമായി ഒരുപാട് നിയമങ്ങൾ വരികയും, എന്നാൽ ഈ സ്ത്രീകൾ എന്ന് പറയുന്നവർ ഇത് സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം എടുത്ത് പ്രയോഗിക്കാനും തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു 50 പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ 50 പെറ്റീഷനകത്ത് പണ്ട് 50 പെറ്റീഷനുമായിട്ട് വരുന്നതിനകത്ത് ഒരു 30 പേരും ജെനുവിനാണെങ്കിൽ ഇപ്പം 50 പെറ്റീഷനകത്തിൽ ഒരു 20 എണ്ണം പോലും ജെനുവിൻ ഇല്ല എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിയമങ്ങളുടെ ഒരു വർധനവ് കൊണ്ട്, സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളുടെ വർധനവ് കൊണ്ട് സ്ത്രീകളിതിനെ തെറ്റായി അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സ്ത്രീകൾക്ക് ഇപ്പോഴും നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് സ്ത്രീകളെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ പരാതികളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇച്ചിരി പൊടിപ്പും തൊങ്ങലുമുണ്ട്, അല്ലെങ്കിൽ അത് കള്ളക്കേസുകളാണ് എന്നുള്ള മട്ടിലേക്ക് നമ്മുടെ സിസ്റ്റം അതിനെ അത്തരത്തിൽ കാണാൻ തുടങ്ങി. അത് പലപ്പോഴും അത് അമിതമായി ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഇത്തരത്തിലെടുത്ത് പ്രയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുര്യോഗം ഈ സ്ത്രീകൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ ഒരു ആരോപണം ഒരു പുരുഷനെതിരെ ഉന്നയിച്ചാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആ പുരുഷന് മാത്രമാണ്. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് തീർച്ചയായിട്ടും അത് മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ ഈ സാർ ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഡിവോഴ്സ് ആവുന്ന സ്ത്രീ ഒരു കാര്യമില്ലെങ്കിലും പോകുന്ന പോക്കിന് ഒരു ഗാർഹിക പീഡനം അതിനകത്ത് കയറ്റുക. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ്, ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കരുതുക, അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ സ്ത്രീ പോയി സാമ്പത്തിക തട്ടിപ്പിന് പരാതി കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു വിവാഹ വാഗ്ദാനം കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് കേസ് സ്ട്രോങ് ആവുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. സ്ത്രീകളെ അധിക്ഷേപിക്കുക, ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ ഒക്കെ വലിയ വിഷയങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഒരു ആരോപണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സിദ്ദിഖിനെ എതിരെ ആരോപണം ഉന്നയിച്ച ആ നടിക്കെതിരെയാണ് അഖിൽ മാരാർ ആരോപണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അഖിൽ മാരാർ പറയുന്നത് തൻ്റെ സഹപ്രവർത്തകനായിരിക്കുന്ന ഷിജു എന്ന് പറയുന്ന നടൻ, ആ നടന് ബിഗ് ബോസിൽ അഖിൽ മാരാറോട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷിജു എന്ന് പറഞ്ഞ നടനെതിരെയും ഈ യുവതി ഇത്തരത്തിൽ അതായത് ഈ യുവതി ഇത്തരത്തിലൊരു പ്രശ്നക്കാരിയാണ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊരു പ്രശ്നക്കാരിയായിട്ടുള്ളൊരു യുവതിയാണ് ഇവരെന്നാണ് പറയുന്നത്. അഖിൽ മാരാറുടെ എക്സാക്റ്റ് വാക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഷിജുവിനെതിരെ ഇവർ പീഡനം പരാതി പറഞ്ഞത് അഖിൽ മാരാർ ഇങ്ങനെയാണ് പറയുന്നത്: യാഥാർത്ഥ്യം അറിയാൻ ഞാൻ ഷിജു ചേട്ടനെ വിളിച്ച് സംസാരിച്ചു. സത്യത്തിൽ വലിയ ഞെട്ടലാണ് ആ സംഭാഷണത്തിന് ശേഷം എനിക്കുണ്ടായത്. അതുകൊണ്ട് ലൈവിൽ വന്ന് ജനങ്ങളോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പീഡന വാർത്തകളിൽ എന്താണ് നടക്കുന്നത്? ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്ത വന്നാൽ കേരളത്തിലെ 99% ആളുകളും ഒരു സ്ത്രീയെ പുരുഷൻ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും 70% പേർ വിശ്വസിക്കുന്നത് ലൈംഗിക പീഡനം നടന്നുവെന്നുമാണ്. കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ വിചാരിക്കും സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്. പീഡനമെന്ന് വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരോടാണ് പറയുന്നത്, നിങ്ങൾ കൃത്യമായി വാർത്ത കൊടുക്കണം എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇനി ആ രേവതി സമ്പത്ത് ഷിജുവിന് നേരെ ആരോപിച്ച അതിലായി വരുന്നത് 2021 രേവതി സമ്പത്ത് തന്നെ ചില ആളുകൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് 12ഓളം പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അവരങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തുവിട്ട ശേഷം 3 ദിവസം ഇവർ നിശബ്ദമായി തുടർന്നു. ഈ പെൺകുട്ടി 3 ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ 12 പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യ ശ്രമിച്ചു എന്നതാണ്. ഷിജു ചേട്ടൻ്റെ വീട്ടിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി. ഷിജു ചേട്ടൻ ഒരു മകളുണ്ട്, അവരുടെ മാനസികാവസ്ഥ ആലോചിക്കണം. 3 ദിവസത്തിന് ശേഷം ഇവർ പറയുന്നു ഇവരെ റേപ്പ് ചെയ്തതല്ലെന്ന്. അങ്ങനെ അവർ പറയുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഷിജു ചേട്ടൻ പറയുന്നത്, ഇനി ഷിജു ചേട്ടനാണ് പറയുന്നത്, ഭുവനേശ്വറിൽ ഒരു ചെറിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. താരങ്ങൾ അവൾ ഉൾപ്പെടെ താമസിക്കുന്ന ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ്. ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യാനാണ് ഈ യുവതി അവിടെ എത്തുന്നത്. സംവിധായകൻ രാജേഷ് ടച്ച്ബീറാണ്. ആ യുവതി വന്ന ദിവസം മുതൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ യുവതി.
ഹിന്ദി നടൻ കുൽക്കർണി മാത്രമാണ് അവിടെ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത്. അപ്പോൾ യുവതിക്കും സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണമെന്ന് പറഞ്ഞാണ് യുവതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ബാക്കി ഞാൻ പറയാം. ആ യുവതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉള്ളതുകൊണ്ട് ഷിജുചേട്ടൻ അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. അവരുടെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ താൻ ആരാടോ ഇതൊക്കെ എന്നോട് പറയാനെന്ന് പറഞ്ഞ് ഇവർ ആ ഷിജുചേട്ടനോട് കയറി കയർക്കുന്നു. അങ്ങനെ കയർത്തപ്പോൾ ഷിജുചേട്ടൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറഞ്ഞു. ഒരു തെറി വാക്കാണ്, ഒരു സ്റ്റാൻഡേർഡ് തെറിയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അതാണ് ഇവരുടെ ആദ്യത്തെ പീഡനം. അതാണ് ഇവരുടെ ആദ്യത്തെ ഇയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന പീഡനം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കെതിരെയും തൊട്ടതിനും പിടിച്ചതിനും എതിരെ എല്ലാം ഇവർ ഉന്നയിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർക്കെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം, ഇവർ തന്നെ പീഡനാരോപണം ഉന്നയിച്ച അഭിൽ ദേവ് എന്ന് പറയുന്ന ഒരു ഫാഷൻ ഡിസൈനറെ തിരിച്ചുന്നയിച്ചിട്ടുണ്ട്. ഈ യുവതി ഇവർ പഠന സമയത്ത് ഇവർ ചൈനയിൽ പോയി മെഡിസിൻ പഠിച്ച ഒരു യുവതിയാണ്. പഠന സമയത്ത് ഈ യുവതി ഒരു സഹപാഠിയുടെ നഗ്നചിത്രം എടുക്കാൻ ശ്രമിച്ചുവെന്നും അങ്ങനെ ഈ യുവതി പുറത്തായ പഠനം ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നാൽ ഇവർക്കെതിരെ 30ഓളം ഇവരുടെ സഹപാഠികൾ മാസ് പെറ്റീഷൻ കൊടുത്ത് ഇവരുടെ സ്വഭാവ ദൂഷ്യം മൂലം പുറത്താക്കിയ ഒരു നടിയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ നടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു നടി ഒരു പീഡനാരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് എത്തരത്തിലാണ് സമൂഹം കാണുക എന്നറിയാമെന്ന രീതിയിലാണ് അഖിൽ മാരാറുടെ ഫേസ്ബുക്കിൽ അഖിൽ മാരാർ വന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്ന ഒരു പെൺകുട്ടിക്ക് നീതി കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരാണ് തടസ്സം നിൽക്കുന്നത്? ഇവിടെ ഗവൺമെൻറ് ഉണ്ട്, നിയമ സംവിധാനങ്ങളുടെ പുറകെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ് ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കരുത് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? ഈ യുവതി ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു യുവതിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ ഇത് അഖിൽ മാരാറിൻ്റെ വെളിപ്പെടുത്തൽ ചിലപ്പോൾ സത്യസന്ധമാവില്ല. അല്ല, എപ്പോഴും പുരുഷന്മാരുടെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ഈ കാര്യങ്ങളെ സമീപിക്കുന്നത്. കാരണം പീഡനം നടന്നു എന്നിപ്പോൾ എനിക്കെതിരെ ഒരു യുവതി എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ സാറടക്കം നാട്ടുകാരടക്കം വിചാരിക്കുന്നത് ഞാൻ അവരെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എൻ്റെ ലൈംഗിക ദാഹം മൂലം എന്നല്ലേ വിചാരിക്കും. അതെനിക്ക് ഞാൻ മരണം വരെ അത് പേറേണ്ട ഒരു ഇതാണ്. നാളെ കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയാലും എന്തു പറയും? നിയമ സംവിധാനത്തിലെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് അവൻ രക്ഷപ്പെട്ട് വന്നതാണ്, അങ്ങനെയും പറയും നാട്ടുകാർ. ഇപ്പോൾ പണമുള്ളവൻ രക്ഷപ്പെട്ട് വരാലോ എന്ന് പറയില്ലേ? അപ്പോൾ അത് 20 സംഭവമാണ്. അപ്പോൾ ഈ പുരുഷന്മാരോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ? ഇതിനോട് എങ്ങനെയാണ് ഒരു പ്രതികരണം? പുരുഷന്മാരോട് ചെയ്യുന്ന അനീതിയാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഇത്തരത്തിലുള്ള അനീതി കലർന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകൾ ഈ ഇത്തരത്തിൽ നിയമത്തെ തെറ്റായി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിൽ കള്ളമൊഴികൾ കൊടുത്തുകൊണ്ടും കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടുമൊക്കെ മൊഴി കൊടുക്കുകയും കേസെടുപ്പിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പം ഇതിനകത്തിൽ ഏതാണ് സത്യസന്ധം എന്ന് ഇപ്പോൾ കുറച്ച് സ്ത്രീകൾ മോശക്കാരായ ചില സ്ത്രീകൾ പുരുഷന്മാരെ കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മൊഴി കൊടുത്ത് കള്ളക്കേസുകൾ എടുത്തു എന്നുള്ളതിൻ്റെ പുറത്ത് ജെന്യുവിനായ സ്ത്രീകൾക്ക് നമുക്ക് നിയമം ഉള്ള സംവിധാനം അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ടു ബി ഫ്രാങ്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ ജെന്യുവിനായിട്ടുള്ള സ്ത്രീകൾ അതുവഴി വരുമ്പോൾ നിങ്ങളെപ്പോലുള്ള അഡ്വക്കേറ്റുമാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. സാർ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അത് അങ്ങനെയാണെങ്കിൽ, പക്ഷെ നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമല്ലേ? പക്ഷേ അല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സമീപിക്കുകയാണ്, ഞാനൊരു അഡ്വക്കേറ്റാണ്, എൻ്റെ അടുത്ത് വന്ന് സമീപിക്കുന്നു, ഇത്തരത്തിലുള്ളതാണെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മളത് ചിലപ്പോൾ കണ്ണടച്ചു വിടും. നമ്മളത് വേണ്ട, നിങ്ങൾ അത്തരത്തിലുള്ളതിനും നീക്കത്തിന് പോകണ്ടെന്ന്. പക്ഷെ വേറെ കണ്ട, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ വേറെ കണ്ട തൊട്ട നമ്മുടെ മേഖലയിൽ തന്നെ പെട്ട മറ്റൊരാളടുത്ത് വരുമ്പോൾ പറയും ചിലപ്പോൾ അതിനെ അപ്പം ഇത് പിന്നെ അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവരതിനെ മൊഴിയാക്കി മൊഴി കേസാക്കി അത്തരത്തിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തിൽ പ്രധാനപ്പെട്ട റോള് വക്കീലന്മാരെക്കാട്ടി ഇതിനകത്ത് റോളുള്ളത് പോലീസിനാണ്. അതെ, പോലീസ് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ കിട്ടുമ്പം പ്രത്യേകിച്ച് അവർക്കൊരു ചാകരയാണിത്. അവർക്ക് സെലിബ്രിറ്റീസ്, ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അത്തരത്തിലുള്ളവരെ കിട്ടുമ്പോൾ അവരുടെ പേരിലുള്ളൊരു FIR എടുത്തു കഴിഞ്ഞാൽ, കേസെടുത്തു കഴിഞ്ഞാൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അതിനകത്ത് നിന്ന് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും പോലീസാണ് ഇത്തരത്തിൽ യഥാർത്ഥ കേസാണോ, സത്യസന്ധമാണോ, ഇത് വ്യാജ പരാതിയാണോ, യഥാർത്ഥത്തിൽ ഇത് ഈ പറയുന്ന ഈ സ്ത്രീയുടെ പശ്ചാത്തലം എന്താണ്, ഇവരിത്തരത്തിൽ മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്, ഇയാളെ ഈ പറയുന്ന പീഡിപ്പിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥ സത്യസന്ധമാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാരാണ്? പോലീസാണ്.
അല്ല, ഇത് ഞാൻ സ്ത്രീകളുടെ ഭാഗത്തുനിന്നൂടെ ഒരു കാര്യം ചോദിക്കാം. അതായത് ഒരു പീഡന പരാതി ഒരാൾക്കെതിരെ കൊടുക്കും. ഇപ്പോൾ എനിക്കെതിരെ ആരെങ്കിലും ഒരു പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ സ്ത്രീയുടെ ക്യാരക്ടർ എടുത്ത് പരിശോധിക്കാനായിട്ട് എൻ്റെ വക്കീലിനെ ചുമതലപ്പെടുത്തുമല്ലോ. ഞാൻ വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയും ഇവരെല്ലാവർക്കും എതിരെ ഇങ്ങനെ പീഡനം തൊട്ടതിനും പിടിച്ചതിനൊക്കെ പീഡന പരാതി കൊടുക്കുന്നതാണ് എന്ന് വക്കീലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിൻ്റാണോ കോടതിയിൽ വാദിക്കാൻ പറ്റുന്നത്? പക്ഷേ അത് ഒരാളുടെ സ്വഭാവമോ സ്വഭാവ ദൂഷ്യമോ ഒന്നും ഒരു പീഡന പരാതിയിൽ അത് ഒരിക്കലും അല്ല. പലപ്പോഴും നിങ്ങൾ ഒരു കോടതിയിൽ പല കാര്യങ്ങളും വാദിക്കുമ്പോഴും പഴയ വിധികളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ വാദിക്കാറുണ്ടല്ലോ. ഒരു സ്ത്രീ മോശമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റുള്ളവരോടൊക്കെ ഒപ്പം ഒരുപാട് പേരോടൊപ്പം ജീവിതത്തിൽ കിടക്ക പങ്കിട്ടുകൊണ്ട് ഞാൻ പറയാൻ പഠിച്ച കിടക്ക പങ്കിട്ടത് കൊണ്ട് അവർക്കും അവരുടെ അഭിമാനമില്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനോടൊപ്പം അവർക്ക് കഴിയാമെന്നുള്ളതല്ലാതെ ഒരാൾ അസോൾട്ട് ഉണ്ടായാൽ ഒരാൾ അവരുടെ കൺസെന്റ് ഇല്ലാതെ അവരെ പ്രാപിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്കതിനെ പരാതി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. സാർ പറയുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അതെ ഞാനത് പറഞ്ഞില്ല ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള അഭിമാനമുണ്ട് എന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും സംശയമില്ലാത്ത കാര്യമല്ലേ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് അവർക്ക് പരാതി ഞാനൊരു കാര്യം അതേ കാര്യം ഞാൻ ഒരു പുരുഷന്മാരുടെ ഇതിൽ ചോദിക്കട്ടെ. ഒരു പുരുഷന്മാരുടെ ഇതിൽ ഞാൻ ചോദിക്കാം. ഇപ്പോൾ ഒരു മോഷണം നടത്തുന്ന ഒരു വ്യക്തി, ഒരേ രീതിയിൽ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇപ്പൊ നല്ലവനായി ജീവിക്കുകയാണ്. അതേ രീതിയിൽ ആ ഏരിയയിൽ മോഷണം നടന്നാൽ പോലീസ് ആദ്യം തേടി വരുന്നത് ആരെയാ? ഈ വ്യക്തിയായിരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനല്ല. സ്ത്രീകളാകുമ്പോ കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് മുമ്പേ പറഞ്ഞത് അത് തന്നെയാണ്. ഒരു മോഷണം നടത്തിയ ഒരു കള്ളനെ ജീവിതകാലം മുഴുവൻ കള്ളൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തി അവനെ കൽത്തുറുങ്കിലടയ്ക്കുന്നത് ഇവനെ ഈ രാജ്യത്തുള്ള മുഴുവൻ മോഷണ കേസും അവൻ്റെ കൊണ്ട കെട്ടിവെക്കുന്നത് പോലീസാണ്. അപ്പം നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ പലപ്പോഴും റൈറ്റ് ട്രാക്കിൽ കൂടിയാണ് പോകുന്നതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സത്യസന്ധന്മാരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പീഡന പരാതി അന്വേഷിച്ചാലും മോഷണ കേസ് അന്വേഷിച്ചാലും അവർ സത്യസന്ധരാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ നടി ആരോപണം ഉന്നയിച്ചപ്പോൾ ഇപ്പോൾ വലിയ വാർത്തയാണ്, തെറിവിളിയായി. ആ നടൻ്റെ ക്യാരക്ടർ അസോസിയേഷൻ്റെ അങ്ങേ അറ്റമാണ്. അയാൾക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, നമ്മളത് ആലോചിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടത്, അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം നടൻ സുധീർ ഒരു വെളിപ്പെടുത്തൽ നടത്തി. സാറ് ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. സുധീർ നടത്തിയ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ, ഒരു പുരുഷനായ അദ്ദേഹത്തെ 3 വർഷം ഒരു യുവതി ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ചൂഷണം ചെയ്തു. സുധീർ കരമനയല്ല, വിനയന്റെ ഡ്രാക്കുള എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ച, CD മൂസയിലൊക്കെ അഭിനയിച്ചില്ലേ, അദ്ദേഹത്തെ ചൂഷണം ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ 3 വർഷം ഒരു യുവതി അദ്ദേഹത്തെ പുരുഷവേശിയായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. ചൂഷണം ചെയ്തു. ചൂഷണം ചെയ്ത ശേഷം അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു എന്ന് പറയുന്നു. അദ്ദേഹം എവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യും? അയാൾ 3 വർഷം ചൂഷണത്തിന് നിന്നു കൊടുത്തു എന്ന് പറയുന്നത് അതേ സംഭവം സ്ത്രീകളുടെ കാര്യത്തിലും ബാധകമല്ലേ? അല്ല പിന്നെ അല്ല, സ്ത്രീകൾ സാറ് പറഞ്ഞു ആ ചൂഷണ അതേ സംഭവമാണ് പുരുഷന്മാർ ചോദിക്കുന്നത്. ഇവിടെയുള്ള സ്ത്രീകളെല്ലാം പരാതി കൊടുക്കുന്നത് 3 വർഷം തുടർച്ചയായിട്ട്. എത്ര ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞാലും സ്ത്രീകളെ പറ്റി നമ്മൾ പറയുന്നത് എന്താ? സ്ത്രീകൾ എപ്പോഴും അബലകളാണ്, ചപലകളാണ്, ദുർബലരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഏറ്റവും ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഈ നിയമം പൊളിച്ചെഴുതേണ്ട ഒരു സമയം കഴിഞ്ഞു. സ്ത്രീകളല്ല അബലകളും പുരുഷന്മാരാണ് ശരിക്കും. ഞാനൊരു കാര്യം ഒരു കുട്ടിക്ക് അത്രയും. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിലാണ് സ്ത്രീകൾ ഇത്രയും ഇത്തരത്തിലേക്ക് പോകുന്നതായി കാണുന്നത്. പക്ഷെ പഴയ കാലത്തെ സ്ത്രീകൾ, അതായത് ഇപ്പം നമ്മുടെ ഒരു കാലഘട്ടത്തെ, പുതിയ കാലഘട്ടത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പഴയ കാലഘട്ടത്തെ മഹത്വവൽക്കരിക്കുന്നതല്ല, പക്ഷെ പഴയ കാലത്തെ എല്ലാ സ്ത്രീകൾ അവര് പണ്ട് ഡൈവോഴ്സുകൾ കുറവായിരുന്നു. കാരണം എന്താ ചോദിച്ചാൽ അന്ന് തൊഴിലവസരങ്ങളില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ചെറിയൊരു ക്ലാഷ് ഉണ്ടായാൽ, ഒരു കുടുംബത്തിൽ ക്ലാഷ് ഉണ്ടായാൽ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കേരളത്തിൽ തൊഴിൽ മേഖലകളുണ്ട്. പ്രത്യേകിച്ച് വിവാഹമോചിതരായ സ്ത്രീകൾക്കാണ്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും, ഒരു IT കമ്പനി ആണെങ്കിലും, മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു കോർപ്പറേറ്റ് മേഖലയാണെങ്കിലും അവർക്ക് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകളെക്കാട്ടിൽ അവർക്ക് താല്പര്യം ആരെയാണ്? വിവാഹമോചനം നേടിയിരിക്കുന്നവരെയാണ്. കാരണം അവർക്ക് സ്വാഭാവികമായിട്ടും അവരെ പൂർണ്ണമായും ആ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി
യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ കാലത്തെ ആളുകൾ ഈ വിവാഹമോചനങ്ങൾ കുറവായിരുന്നു. പഴയ കാലത്ത് ഇത്രയധികം ആളുകൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യമില്ലായിരുന്നു, സമൂഹത്തെ ഭയമുണ്ടായിരുന്നു. അത് ഈ സിനിമ മേഖലയിലും ഉണ്ട്. പഴയ കാലത്തെ സിനിമയിൽ വന്നിട്ടുള്ള നായികമാരുടെ തരത്തിലുള്ളവരല്ല ഇന്ന് വരുന്നത്. ഇന്ന് വരുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരെ ആർക്കെതിരെയും എന്തും പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയത്തെ ജനറലൈസ് ചെയ്യേണ്ട. ഈ സിനിമ ഇൻഡസ്ട്രി പണ്ട് മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈംഗികമായ അരാജകത്വം നിലനിൽക്കുന്ന മേഖലയാണ്, ലൈംഗികമായ ചൂഷണം നിലനിൽക്കുന്ന മേഖലയാണ്. അത് ഇപ്പോഴുമുണ്ട്, പണ്ടത്തതിനെക്കാട്ടിൽ ഇപ്പം കൂടുതലുണ്ട്. കാരണം ആ ഇൻഡസ്ട്രിയുടെ പോക്ക് അങ്ങോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തയ്യാറായി വരുന്നവരുണ്ട്, അത് അറിയാതെ വരുന്നവരുണ്ട്. ഇത് അറിയാതെ വന്നതിന് ശേഷം ഈ പ്രലോഭനത്തിൻ്റെ ട്രാക്കിൽപ്പെട്ട് വഴിതെറ്റി പോകുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഇപ്പോഴും വ്യക്തമാകാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞ് നമുക്ക് നിർത്താം. എപ്പോഴും വ്യക്തമായിട്ടുള്ള കാര്യം, ഞാനിപ്പോൾ അഖിൽ മാരാർ ഉന്നയിച്ച ഈ ആരോപണത്തിൽ ഞാൻ സാറിനോട് ചോദിച്ചത് അവർ ഇത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീയാണെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പോൾ അവരുടെ മൊഴിക്ക് എന്താണ് വിശ്വാസ്യത എന്ന് പറയുന്നുണ്ട് അഖിൽ മാരാർ പറഞ്ഞു. അതേ സംഭവം ഞാൻ പുരുഷൻ്റെ ആസ്പെക്റ്റിലോട് സാറിനോട് ചോദിച്ചു. അതായത് ഇത്രയും കാലം ഇത് മോഷണം നടത്തിയിരിക്കുന്ന ഒരാൾ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അത് ഉദാഹരണങ്ങളുണ്ട്. കാരണം ഇവിടെ പുരുഷൻ പ്രണയിച്ച് വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ഒരു യുവതി ആത്മഹത്യ ചെയ്ത വലിയ വാർത്തയാണ്. നെയ്യാറ്റിൻകരയിൽ ഒരു യുവതി കാരണം ഒരു പുരുഷൻ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആരും അറിഞ്ഞിട്ടില്ല. അത് അവർക്കെതിരെ ഒരു നടപടിയില്ല. ആത്മഹത്യ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അതൊരു നീതികേടല്ലേ? ആ നീതികേട് മാറേണ്ടതല്ലേ? അതുകൂടെ മറുപടി കേട്ടി. ആ നീതികേട് മാറും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നിയമപരമായ സംരക്ഷണം കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരുപാട് സംരക്ഷണം ഇപ്പം തന്നെ നിയമങ്ങളുടെ ഒരു അതിപ്രസരമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇത് കാലാകാലങ്ങളിൽ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇത്തരത്തിലുള്ളതിനകത്ത് ഇടപെടലുണ്ടാവും. അങ്ങനെ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു നല്ല സമൂഹം ഇവിടെ വളർന്നു വരത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളുടെ ഒരു എണ്ണ കൂടുതലുമുണ്ട്. അല്ലെ അത്തരത്തിൽ നിയമങ്ങൾ അനുകൂലമായി ഒരുപാട് നിയമങ്ങൾ അവർക്ക് ചൂഷണം അവർക്ക് പുരുഷന്മാരെ ചൂഷണം ചെയ്യാനും പുരുഷന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം സാറ് നേരത്തെ പറഞ്ഞ സംഭവമാണ്, യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യുന്ന സാധാരണക്കാരികളായ സ്ത്രീകൾ ഇപ്പോഴുമുണ്ട്. സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സാധാരണക്കാരികളായ പെൺകുട്ടികൾ സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഭർത്താക്കന്മാരുടെ അടികൊള്ളുന്ന സ്ത്രീകൾ നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട എത്രയോ സ്ത്രീകളുടെ ആത്മഹത്യ നമ്മൾ പത്രത്തിൽ വായിച്ചു. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു വലിയ വാർത്തയാവുന്നില്ല. സിനിമാ മേഖലയിലെ നടികളല്ലാത്ത ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന അവരായിട്ടുള്ള എത്രയോ പെൺകുട്ടികളുടെ ആത്മഹത്യ നമ്മൾ പത്രത്തിൽ, അത് ചിലപ്പോൾ ഒരു കോളം വാർത്തയായി മാത്രം അവസാനിക്കുകയാണ് പതിവ്. പക്ഷേ ഇത്തരത്തിലുള്ളവരുടെ വാർത്തകൾ വലുതായി മാറുകയും മറ്റു വാർത്തകൾ അത് തമസ്കരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് മാറ്റം വരും എന്നാണ് സ്വാഭാവികമായിട്ടും. നമുക്ക് അങ്ങനെ മാറ്റം വരും എന്നല്ല, മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ മാറ്റം വരാൻ പോകുന്നില്ല. മാറ്റം വരും നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റൂ. കാരണം മാറ്റം വരുന്ന പ്രതീക്ഷ മാത്രമാണ്. കാരണം പ്രതീക്ഷ ശരിയാവണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായാലും ചെയ്യേണ്ടത്, ഈ 4.5 വർഷക്കാലം സർക്കാർ ഇതിൻ്റെ കീഴിൽ അടയിരിക്കാതെ ഇത് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട്, അന്നത്തെ നിയമമന്ത്രി AK ബാലനും അന്നത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് തന്നെ അന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ റിപ്പോർട്ട് കൊടുത്തപ്പം ഈ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന് ഒരു വലിയ മികച്ച ഒരു നിയമ വകുപ്പുണ്ട്. ആ നിയമത്തിലെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള നിയമ പണ്ഡിതന്മാർ ഈ ഗവൺമെൻറ് PDS ആയിട്ടും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിട്ടും ഒക്കെ ഉണ്ട്. അവർക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു ഇൻഡസ്ട്രി ശുദ്ധീകരണം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വേണം, ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ചൂഷണങ്ങൾ, ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നടന്നിട്ടുണ്ടെങ്കിൽ അതിനാദ്യം ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വേണമായിരുന്നു ഈ കോൺക്ലേവും മറ്റും സംഘടിപ്പിക്കാൻ. ഇതിപ്പോൾ ഒരു തരത്തിലുള്ള ഇത് നന്നാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കാൻ യാതൊരു തരത്തിലുള്ള നിർവാഹവുമില്ല.